ആക്കിയ ഒന്ന് വ്യക്തി എന്നുള്ള നിലയിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ഈ അമ്പലത്തിന് ഈ ക്ഷേത്രത്തിന് ഏകദേശം 150 കൊല്ലത്തോളം കാലപ്പഴക്കമുണ്ട്. അതുകൂടാതെ ശ്രീ അയ്യാഗുരു സ്വാമി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ദേവീ ദർശനം ലഭിച്ചത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഇദ്ദേഹം കൊടുങ്ങല്ലൂരിൽ പോയി ധ്യാനിക്കുകയും അവിടെ ഒരു അശരീരി മുഴങ്ങി. ഇദ്ദേഹത്തിന് ദർശനത്തിനുള്ള സമയമായിട്ടില്ല, അനന്തൻ്റെ മണ്ണിൽ വെച്ച് ദർശനം തരാമെന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹം അനന്തൻ്റെ മണ്ണിൽ വരികയും അന്ന് ഇതൊരു ആൽമരമായിരുന്നു. ആൽമരവും ഒരു ചൂട് താങ്ങിയപ്പോൾ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹം ധ്യാനിക്കുകയും ദേവി പരിവാര സമേതം വന്ന് അയ്യാഗുരു സ്വാമിക്ക് ദർശനം കൊടുക്കുകയും ചെയ്തു. അതായത് കൊടുങ്ങല്ലൂരമ്മ ഭദ്രകാളി രൂപമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളി പാർവതി സ്വരൂപമാണ്. അമ്മയുടെ വലിയ വിഗ്രഹമല്ലേ ദാരു? അതെ അല്ലേ, ദാരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പഞ്ചരക്കൂട്ടെന്ന് പറഞ്ഞാൽ 5 തരം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ദാരുവല്ല. പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് വിചാരിച്ചിരിക്കുന്നത് ആ കളറൊക്കെ കൊടുത്തിരിക്കുന്ന